പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഷോസ് ഹൗസ്ഫുൾ ആവും. ഒരു സ്ഥലത്ത് നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെന്യൂവിൽ നമ്മളൊരു ഷോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാൻ. ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് സീക്രട്ട് ലെറ്ററിൻ്റെ ഓസ്ട്രേലിയൻ ടൂറിനെ പറ്റിയും അതിനെ റിവ്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് ഓസ്ട്രേലിയൻ എൻക്വയറീസ്? അതുപോലെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റ്സ് ഒക്കെ? ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു സംഭവം പറയാം. അതായത് എല്ലാ തവണയും നമ്മൾ ഷോ കഴിഞ്ഞിട്ട് ഷോയുടെ ഈ ഗ്ലിംസസ് വരുമല്ലോ, അപ്പോൾ അന്നേരം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഷോ നടന്നത് അറിഞ്ഞില്ല എന്ന് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോയുടെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഷോ നടക്കുന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പബ്ലിക് ഷോസ് ആണെങ്കിൽ. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഷോസ് ഹൗസ്ഫുൾ ആവും. പിന്നെ ഹൗസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഒരുപാട് അനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അനൗൺസ്മെൻറ്റ് പോസ്റ്റേഴ്സ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞത്. അപ്പോൾ ഷോസ് ആക്ച്വലി നടക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം, കറക്റ്റ് അപ്ഡേറ്റ്സ് ഞങ്ങൾ തരുന്നുണ്ട്. ഈ ഓസ്ട്രേലിയൻ ടൂറിൻ്റെയിൽ നമുക്കിനിപ്പോൾ ഫസ്റ്റ് ഷോ വരാനിരിക്കുന്നത് ആക്ച്വലി May 29 ബലാരട്ട്, May 30 മെൽബൺ. ആൻഡ് നമ്മളിപ്പോൾ ഒരു ഷോയും കൂടെ, അതായത് ഷോറൈസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണ് അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അവരോട് ഞാനും സജസ്റ്റ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഷോയും കൂടെ നമ്മൾ ലൈനപ്പിൽ ആഡ് ചെയ്തു. ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് സിഡ്നിയിലും കൂടെ June 6. ബുക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു അവരുടെ ഒന്നെങ്കിൽ നിങ്ങൾ ഷോറൈസ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പേജിൽ അവരുടെ ബയോയിൽ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ എന്തെങ്കിലും കൊടുക്കാം, അല്ലേ, നമ്പർ എന്തെങ്കിലും കൊടുക്കാം, അതുവഴി ബുക്ക് ചെയ്യാം. സോ മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഒരു സ്ഥലത്ത് നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെന്യൂവിൽ നമ്മളൊരു ഷോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാൻ. അത് മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഉണ്ടായിട്ട് അത് മിസ്സായിട്ട് ആൾക്കാർ ദൂരത്തോട്ടൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ, അതായത് നമ്മൾ ഇപ്പോൾ UK ചെയ്ത സമയത്ത് സ്കോട്ട്ലാൻഡിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തൊരു ഫാമിലി വന്നു. അപ്പം എനിക്ക് സങ്കടമായിപ്പോയി. കാര്യം അത്രയും ദൂരത്തുനിന്ന് അവർ വരികയാണ്. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തുള്ള ഷോസ് മിസ്സാക്കാതിരിക്കുക എന്നുള്ളതാണ്.